ഒരു നിമിഷം ശാന്തമായി കേൾക്കൂ. വർഷം 10 കോടി രൂപ ശമ്പളമെന്ന് കേൾക്കുമ്പോൾ ആദ്യമായി മനസ്സിൽ വരുന്നത് ഇതെന്ത് സ്വപ്നജോലി എന്ന ചിന്തയാണ്. പക്ഷേ ലോകത്ത് ചില ജോലികളുണ്ട്. പണം കേൾക്കുമ്പോൾ ആളുകൾ ആകർഷിക്കപ്പെടും, പക്ഷേ ജോലി എന്താണെന്നറിഞ്ഞാൽ പിന്നോട്ടു പോവും. ഫ്രാൻസിലെ ബ്രിട്ടാനി തീരത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ നടുവിൽ നിൽക്കുന്ന ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട്. പേര് ലാ ജുമെന്റ്. കരയിൽ നിന്ന് നോക്കിയാൽ അത് ചെറുതായി പോലും കാണാനാവില്ല. കടലിലേക്ക് ദൂരെയായി ഒരു പാറപ്പുറത്ത് ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു കെട്ടിടം മാത്രം. ഇവിടെ എത്തിപ്പെടുക തന്നെ എളുപ്പമല്ല. കടൽ ശാന്തമായാൽ മാത്രമേ ബോട്ട് അടുത്തെത്താൻ കഴിയൂ. ചെറുതായി കാലാവസ്ഥ മാറിയാൽ ദിവസങ്ങളോളം ആർക്കും അവിടേക്ക് പോകാനാവില്ല. അവിടെ ജോലി ചെയ്യാൻ പോകുന്ന ഒരാൾ ആദ്യം തന്നെ അറിഞ്ഞിരിക്കേണ്ടത് ഇതാണ്: നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കും. മാസങ്ങളോളം. ഫോൺ കോളുകളില്ല, സന്ദർശകരില്ല, അപ്രതീക്ഷിത സഹായമില്ല. അകത്ത് കയറിയാൽ ജീവിതം വളരെ ലളിതമാണ്. രാവിലെ എഴുന്നേൽക്കും, ലൈറ്റ് ഹൗസിന്റെ സംവിധാനങ്ങൾ പരിശോധിക്കും, ജനറേറ്റർ, ലൈറ്റ് എല്ലാം ശരിയാണെന്ന് ഉറപ്പാക്കും. പിന്നെ കടൽ മാത്രം. നീല നിറമുള്ള അവസാനമില്ലാത്ത കടൽ. പകൽ സമയത്ത് കടൽ മനോഹരമായിരിക്കും. ചില ദിവസങ്ങളിൽ സൂര്യൻ അസ്തമിക്കുമ്പോൾ കാഴ്ച അതിമനോഹരം. പക്ഷേ രാത്രി വന്നാൽ എല്ലാം മാറും. കാറ്റ് ശക്തമാകും, തിരമാലകൾ പാറയിൽ ആഞ്ഞടിക്കും. ചില രാത്രികളിൽ ലൈറ്റ് ഹൗസ് തന്നെ ചെറുതായി കുലുങ്ങുന്ന പോലെ തോന്നും. അപ്പോൾ ഭയം വരുന്നത് കടലിനെ കണ്ടല്ല, നിശബ്ദത കൊണ്ടാണ്. ആ നിശബ്ദത ആദ്യ ദിവസങ്ങളിൽ ശാന്തിയായി തോന്നും. പക്ഷെ ആഴ്ചകൾ കടന്നാൽ മനസ്സിനതൊരു ഭാരമായി മാറും. ഒരാളോട് സംസാരിക്കണമെന്ന് തോന്നും. ഒരു സാധാരണ സംഭാഷണം. ഇന്ന് കാലാവസ്ഥ മോശമാണ് എന്നൊരു വാചകം പോലും. പക്ഷെ അവിടെ നിങ്ങളും നിങ്ങളുടെ ചിന്തകളും മാത്രമേ ഉള്ളൂ. പലരും ഇവിടെ ജോലിക്ക് പോയത് ധൈര്യത്തോടെ തന്നെയാണ്. പക്ഷെ അവർ തിരിച്ചു വന്നത് മനസ്സിന്റെ ഭാരം കൊണ്ടാണ്. കടൽ ഭയപ്പെടുത്തും, പക്ഷേ ഏകാന്തത അതിലും ശക്തമാണ്. സോഷ്യൽ മീഡിയയിൽ പറയുന്ന പോലെ വർഷം $1.2 മില്യൺ എന്നത് അല്പം അതിശയോക്തിയാകാം. പക്ഷേ ഈ ജോലി നല്ല ശമ്പളം നൽകുന്നുണ്ടെന്നത് സത്യമാണ്. കാരണം ഇതൊരു സാധാരണ ജോലിയല്ല. ഇത് നിങ്ങളുടെ സഹനശേഷി പരീക്ഷിക്കുന്ന ഒരു ജീവിതമാണ്. ചിലർക്ക് 1 മാസം പോലും അവിടെ കഴിയാൻ കഴിയില്ല. ചിലർ ആഴ്ചകൾക്കുള്ളിൽ ജോലി ഉപേക്ഷിക്കും. ഇവിടെ പരാജയപ്പെടുന്നത് ശരീരമല്ല, മനസ്സാണ്. അതുകൊണ്ടാണ് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ ജോലി ലോകത്തിലെ ഏറ്റവും ഒറ്റപ്പെട്ട ജോലികളിലൊന്നായി കണക്കാക്കപ്പെടുന്നത്. ഇത് ധൈര്യമുള്ളവർക്കുള്ള സാഹസിക ജോലിയല്ല. ഇത് നിശബ്ദതയെ സ്വീകരിക്കാൻ കഴിയുന്നവർക്കുള്ള ഒരു പരീക്ഷയാണ്. ഇപ്പോൾ ഒരു നിമിഷം നിങ്ങൾ തന്നെ ചോദിക്കൂ, ഒരു വർഷം ലോകത്തിൽ നിന്നെല്ലാം ഒറ്റപ്പെട്ട് കടലിന്റെ നടുവിൽ സ്വന്തം ചിന്തകളുമായി മാത്രം ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ?